ചോദ്യം: ഓരോ വ്യക്തിയിലും അല്ലാഹു എത്ര മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്? ഉത്തരം: 20. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഓരോന്ന്, മുന്നിലും പിന്നിലും ഓരോന്ന്, കണ്ണിൻ്റെ ഭാഗത്ത് 2 പേർ, ചുണ്ടിൻ്റെ ഭാഗത്ത് ഒരാൾ, വായയുടെ ഭാഗത്ത് 2 പേർ, മൂർധാവിൻ്റെ ഭാഗത്ത് ഒരാൾ. ഇതേ രീതിയിൽ രാത്രിയിലും പകലിലും 10 പേർ വീതം, ഇങ്ങനെ 20 പേർ. നന്മ തിന്മകൾ എഴുതുന്ന 2 മലക്കുകൾ ഈ 20-ൽ പെട്ടിട്ടില്ല. ചോദ്യം: നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളുടെ പേരെന്ത്? ഉത്തരം: നന്മകൾ എഴുതുന്ന മലക്കിൻ്റെ പേര് റഖീബ് അതീദ്. തിന്മകൾ എഴുതുന്ന മലക്കുകളുടെ പേരും റഖീബ് അതീദ്. ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അല്ലാതെ ഒരു മലക്കിൻ്റെ പേര് റഖീബ്, മറ്റേ മലക്കിൻ്റെ പേര് അതീദ് എന്നല്ല. ചോദ്യം: റൂഹ് പിടിക്കുന്ന മലക്കിന് സഹായികളുണ്ടോ? ഉത്തരം: അതെ, ധാരാളമുണ്ട്. ചോദ്യം: മലക്ക് അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ റൂഹ് ആരാണ് പിടിക്കുക? ഉത്തരം: അല്ലാഹു. ചോദ്യം: ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴാണ് മരിക്കുക? ഉത്തരം: ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ആദ്യത്തെ ഊത്ത് ഊതുമ്പോൾ അർശിനെ ചുമക്കുന്ന മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാം എന്നീ മലക്കുകൾ മരിക്കില്ല. രണ്ടാമത്തെ ഊത്തിൻ്റെ മുമ്പ് ഇവർ മരിക്കും. രണ്ടാം ഊത്തിന് വേണ്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു ജീവിപ്പിക്കും. ചോദ്യം: മലക്കുകളെക്കുറിച്ച് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഉത്തരം: ഖുർആനിനേക്കാൾ 2 അക്ഷരമാണ് തഫ്സീറുൽ ജലാലൈനിയിൽ കൂടുതലുള്ളതെന്നും അത് ചിലപ്പോൾ എഴുതുന്നവരിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉളൂ എടുത്ത് സ്പർശിക്കലാണ് നല്ലതെന്നും ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചോദ്യം: ഓരോ ദിവസവും അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് കേൾക്കുന്നു. വസ്തുതയെന്ത്? ഉത്തരം: അതെ, ഓരോ ദിവസവും എണ്ണിയാലൊതുങ്ങാത്ത മലക്കുകളെ അല്ലാഹു പടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഹൗലുൽ കൗസറിൽ മുങ്ങുകയും പിന്നെ കുടയുകയും ചെയ്യും. അപ്പോൾ തെറിക്കുന്ന വെള്ളത്തുള്ളികളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു മലക്കുകളെ സൃഷ്ടിക്കുന്നുണ്ട്. ചോദ്യം: മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം ഖബറാളികളോട് ഏത് ഭാഷയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക? ഉത്തരം: ഖബറാളി ഏത് ഭാഷക്കാരനാണെങ്കിലും അറബ് ഭാഷയിലായിരിക്കും മലക്കുകൾ ചോദിക്കുക. ആ വേളയിൽ ഏവർക്കും അറബ് ഭാഷ അറിയാവുന്നതാണ്. ചോദ്യം: ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്കിൻ്റെ പേരെന്ത്? ഉത്തരം: റഹ്മാൻ അലൈഹിസ്സലാം. പിന്നീടാണ് മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം വരുക. ചോദ്യം: 4 കിതാബുകളും 100 ഏടുകളും അല്ലാഹു ഇറക്കിയിട്ടുണ്ടല്ലോ. കിതാബും ഏടും തമ്മിലുള്ള അന്തരമെന്ത്? ഉത്തരം: ഓരോ ഏടിലുമുള്ള ആശയമാണ് അല്ലാഹു അവതരിപ്പിച്ചത്. പദങ്ങൾ അംബിയ മുർസലുകളുടേതാണ്. കിതാബിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല. കിതാബുകളിലെ ആശയവും പദങ്ങളും അല്ലാഹുവിൽ നിന്നാണ്. അതിനു പുറമെ ഏടുകളിൽ കേവലം ഉപദേശങ്ങൾ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. ചോദ്യം: വിശുദ്ധ ഖുർആനിൽ 6666 ആയത്തുകളുണ്ടെന്നാണല്ലോ പറയപ്പെടാറുള്ളത്. പക്ഷേ അത്ര കാണുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ എത്ര ആയത്തുകളാണുള്ളത്? ഉത്തരം: നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മുസ്ഹഫുകളിലെ ആയത്തുകളുടെ എണ്ണം കൂഫക്കാരുടെ എണ്ണമനുസരിച്ചാണ്. അതുപ്രകാരം വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകളാണുള്ളത്. മുസ്ഹഫ് പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടും. 6666 ആയത്തുകളുണ്ടെന്ന് പറഞ്ഞ ഇമാമുകളുണ്ട്. ചില ആയത്തുകൾ എണ്ണുന്നതിലുള്ള ഭിന്നതയാണിതിന് കാരണം. ചോദ്യം: തൗബ സൂറത്തിൻ്റെ ആദ്യത്തിൽ എന്താണ് ബിസ്മി ഇല്ലാതെ പോയത്? ഉത്തരം: യുദ്ധത്തെക്കുറിച്ചാണ് തൗബ സൂറത്തിൻ്റെ തുടക്കം. അപ്പോൾ റഹ്മത്ത് അറിയിക്കുന്ന ബിസ്മി യോജിക്കില്ല, അതുകൊണ്ട് എഴുതിയില്ല. ചോദ്യം: വിശുദ്ധ ഖുർആൻ, ഖുദ്സിയായ ഹദീസ് എന്നിവ തമ്മിലുള്ള അന്തരമെന്ത്? ഉത്തരം: ഖുർആനും ഖുദ്സിയായ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹയുകൾ തന്നെയാണെങ്കിലും റസൂലാണെന്ന വാദത്തിൻ്റെ സത്യാവസ്ഥ വ്യക്തമാക്കുവാൻ വേണ്ടിയും പാരായണം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടതുമാണ് വിശുദ്ധ ഖുർആൻ. ഈ പ്രത്യേകത ഖുദ്സിയായ ഹദീസിനില്ല. ചോദ്യം: മുസ്ഹഫിനോടൊപ്പം മറ്റു ഗ്രന്ഥങ്ങൾ ബൈൻഡ് ചെയ്യപ്പെട്ടാൽ അത് തൊടൽ അശുദ്ധിയുള്ളവർക്ക് നിഷിദ്ധമാകുമോ? ഉത്തരം: അതെ, ചട്ടതൊടൽ മൊത്തം നിഷിദ്ധമാണ്. ചോദ്യം: തഫ്സീറുൽ ജലാലൈനി ഉളൂ കൂടാതെ സ്പർശിക്കാമോ? ഉത്തരം: ഖുർആനിനേക്കാൾ 2 അക്ഷരമാണ് തഫ്സീറുൽ ജലാലൈനിയിൽ കൂടുതലുള്ളതെന്നും അത് ചിലപ്പോൾ എഴുതുന്നവരിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നും
അതിനാൽ ഉളൂ എടുത്ത് സ്പർശിക്കലാണ് നല്ലതെന്നും ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്.